ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കടലയൊക്കെ വേവിച്ചു കേട്ടോ. കടലയെല്ലാം വേവിച്ച് വെച്ചേക്കുവാണ്. പിന്നെ കടലയ്ക്കുള്ള മസാലയൊക്കെ റെഡിയാക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇന്നും രാവിലെ ദോശയാണ്. ഇന്നലെ മസാല ദോശയായിരുന്നു. ഇന്ന് സാധാ ദോശ. ഇന്ന് സാധാ ദോശയാണ്. മാവൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിർത്തി നേരത്തെ വെടി വെച്ചതാട്ടോ, തണുപ്പൊക്കെ മാറി. ഇത് കടലക്കറിക്ക് ഇച്ചിരി തേങ്ങയും കടലയും കൂടെ അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഗ്യാസൊക്കെ കത്തിക്കട്ടെ. കടല കറി വെക്കണം, കൂടെ തന്നെ ദോശയും ചുടാന്ന് വിചാരിച്ചു. ഈ ദോശക്കല്ലൊക്കെ എടുത്തോണ്ട് വരട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാന്നറിയത്തില്ല, വീഡിയോക്കൊക്കെ ഭയങ്കര വ്യൂ കുറവാന്നേ, ഭയങ്കര വ്യൂ കുറവ്. യൂട്യൂബിൻ്റെ ഏതാണ്ട് ഏതൊക്കെയാണെന്ന് പറയുന്നത് എന്നതാണേലും നല്ല കോളായിപ്പോൾ. ഉള്ളിയും മുളകും എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി, മുളക്, പിന്നെ തേങ്ങ. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുത്തേക്കാണ് ഇതിനകത്തേക്ക് മസാല ചേർക്കണം. മസാല ഞാൻ വെജിറ്റബിൾ മസാലപ്പൊടി, പിന്നെ ശകലം മല്ലിപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കും. അതാണ് ഞാൻ കടലക്കറിക്ക് എടുക്കുന്നത്. ഉള്ളിയും മുളകും എല്ലാം നല്ലപോലെ വഴറ്റി അതിലേക്ക് ഇനി മസാലപ്പൊടി, വെജിറ്റബിൾ മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ശകലം മുളക് പൊടിയും, നല്ലപോലെ ഒന്ന് വഴറ്റി വെച്ച് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇത് നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് കടലയും തേങ്ങയും കൂടെ അരച്ച് ചേർക്കും. ഞാനത് അരച്ചുകൊണ്ട് വരട്ടെ. കടലയും തേങ്ങയും കൂടെ അരച്ചതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു കുറുക്കം വരും കറിക്ക്. നല്ലപോലെ ഇനി തിളക്കട്ടെ. അച്ഛനും ചേട്ടനും ഒക്കെ കഴിക്കാനുള്ളത് കൊടുത്തു വിട്ടേ. ഇനി ഇവിടെ എല്ലാവർക്കും കൂടെ കഴിക്കാനായിട്ടും കൂടെ
ഉണ്ടാക്കുവാണ് ദോശ. ഇന്നുകൊണ്ട് ദോശയുടെ മാവ് തീർക്കും. നാളെ ഇനി വേറെ എണ്ണ വേലും വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി ദോശയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കട്ടെ. മോര് കറിക്ക് ഉപ്പും മുളകും കൂടെ ശകലം ഉപ്പൊടി ഇട്ട് പിന്നെ ഉണ്ടമുളക് എടുത്ത് കേട്ടോ. പച്ചമുളക് ആണെങ്കിലും കുഴപ്പമില്ല, ഉണ്ടമുളക് എടുത്ത് അതും കൂടി ഇട്ട് വെന്ത്. ഇത് നമ്മുടെ കഞ്ഞി അച്ഛനുള്ള ഇതിനകത്ത് ബീഫ് എല്ലാത്തിനകത്തും ഓരോന്നും ഇരിക്കുകയാണ്. ഇപ്പം മോര് കറിക്കുള്ള മുളകൊക്കെ വെന്തു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ കുക്കറിൻ്റെ വിസിൽ തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും കൂടെ മഞ്ഞളും കൂടെ ചേർത്ത് അരച്ച് വെച്ച് ഞാൻ തൈരും കൂടി ഇതിനകത്തിട്ടങ്ങ് അടിച്ചെടുത്തേ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇനി കടുക് വറുത്ത് ചേർക്കത്തുള്ളൂ. ഒരു ശകലം ജാറിനകത്തുനിന്ന് കഴുകി ഒഴിക്കത്തുള്ളൂ, ഒത്തിരി ലൂസാക്കത്തില്ല മോര് കറി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണ്. ചില സമയത്ത് ഈ ഉപ്പ് ഇട്ടാണ്ടല്ലോ നല്ല ഉപ്പാണ്, ചില സമയത്തുണ്ടല്ലോ ഒരു തുള്ളി പോലും ഉപ്പ് വന്നില്ല എത്ര ഇട്ടാലും. എൻ്റെ വാട കുഴപ്പമാണോ അതോ ഉപ്പിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല. ഉപ്പുണ്ട്. പടവലങ്ങ തോരൻ വെക്കാട്ടെല്ലാം ഞാൻ അരിഞ്ഞെടുത്തേച്ച് ഇനി കടുക് വറുത്തേച്ച് അതിലേക്കിട്ട് പടവലങ്ങയായിട്ട് വേവിക്കുക. മുളക് മുറിയുന്നില്ല, എന്നാ മുളകാണ് മറ്റേത് ഇങ്ങനെ ഒന്ന് എടുത്താൽ മുറിയുന്ന മുളകായിരുന്നു. മുളകും കടുക് പൊട്ടി മുളകൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പടവലങ്ങയും സവോളയും പിന്നെ പച്ചമുളകും ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഇതിനകത്തുള്ള വെള്ളം മതി കേട്ടോ. ആ വെള്ളത്തിൽ വെന്ത് കിട്ടും. ഇത് അടുപ്പിലോട്ട് വെച്ചേച്ചിനി സവോളയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ബീഫിനുള്ള. ഇനി ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടി വെക്കണം, അതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. പടവലങ്ങയ്ക്ക് തേങ്ങയും വെളുത്തുള്ളി ജീരകവും മഞ്ഞളും ശകലം മഞ്ഞൾ പൊടി ചേർത്തിട്ടില്ലേ, പിന്നെ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി ഇത് ഇച്ചിരി നേരം കൂടെ ഒന്ന് ആവിയും കൂടെ കയറി കഴിഞ്ഞേച്ച് നല്ലപോലെ ഇളക്കി വെക്കണം. പടവലങ്ങത്തോരനൊക്കെ റെഡിയായി. ഇനി നമ്മുടെ ബീഫിനുള്ള സവോള വഴറ്റിയെടുക്കണം. ബീഫിനുള്ള സവോളയും പിന്നെ കൂടെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി. കുട്ടിത്തരം ഒരു മൂലക്ക് എഴുതിയിരിക്കും വീട് കിട്ടടി. ഇതാണടി ഉള്ളി പൊളിക്കാൻ പറഞ്ഞിട്ട് എത്രണ്ണം അപ്പുറത്തെ ഒരു തേങ്ങാമുടി പണ്ടത് എടുക്കുന്നത് പിച്ചാത്തി വേണം. തേങ്ങ കൊണ്ട്
വെണ്ടയ്ക്കായും സവോളയും പച്ചമുളകും. ഇതിനകത്തോട്ട് ചുരുപ്പും കൂടെ ചേർത്താൽ ബീഫ് ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് ശകലം ഉപ്പ് പൊടിയും ചേർക്കുന്നത്. നിനക്കോ എന്നത് ഇതുകൊണ്ട് കൊത്തു വരും. ഞാൻ തേങ്ങക്കത്തല്ല എടുത്ത് മുറിച്ചെടുത്ത സമയമില്ല എനിക്ക്. ഇതൊന്നും കുഞ്ഞ് എനിക്ക് ചെയ്യാൻ സമയമില്ല. കയ്യോടെ അപ്പടി എനിക്ക് കയ്യോടെ എടുത്ത് കുറച്ച് സമയമില്ല എനിക്ക്. ദീർഘ വെച്ച് ജോലി ചെയ്യുമ്പോൾ എനിക്ക് കുഞ്ഞ് എടുക്കാൻ വരല്ലേ. ചില തേങ്ങക്കൊത്തും കൂടെ ബീഫിനകത്ത് ഇടാനായിട്ട്. ബീഫ് ഇന്ന് ഫ്രൈ ആണ്. ഇന്ന് റോസ്റ്റും കറിയൊക്കെ ഉണ്ട്. ഇന്ന് ഫ്രൈ ആക്കാം. മോരുകറി ഉള്ളതുകൊണ്ട് ബീഫ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ആണോ? ഇനി അന്വേഷിച്ച് പോയതായിരിക്കും. അതിൽ ചോദിച്ചായിരുന്നു അച്ഛനെ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ വാഴത്തോട്ടത്തിൽ കാണുമായിരിക്കും. പിന്നെ അപ്പൊ അത് പറഞ്ഞു പോവാ. അതല്ലേലും വാഴയാ എന്ന് പറഞ്ഞു. ഇതിലേക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നേരത്തെ ആക്കി വെച്ചിരുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ മൂലക്ക് കയറി ഇരിക്കുവാ. കാലു കാട്ടി 2 തുള്ളിയും പൊളിച്ചോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് മസാല ഇറക്കാനായിട്ട്. ഇതിലേക്കിനി പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ ഇനി കുരുമുളക് പൊടി ഇച്ചിരി കഴിഞ്ഞ് ചേർക്കുന്നത്.
കുരുമുളക് പൊടി ബീഫൊക്കെ ഇട്ടതിന് ശേഷം ഒരു ശകല മല്ലിപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഒരപ്പുറത്തറിയാം മുളക് പൊടി ഇട്ടിരിക്കണമെങ്കിൽ വേഗം എടുത്തുകൊണ്ട് വന്നി. സമയമില്ല, വെച്ച് 12:30 ശകലം മുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് ഇതിലേക്ക് ഇനി ബീഫ് ഇട്ട് കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിങ്ങനെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ നല്ലപോലെ അങ്ങ് ചട്ടയിട്ട് ചേർന്നേ മതി. അപ്പം ശരിയാവും. ബീഫ് വേവിച്ച് വെച്ചതും കൂടി ഇനി ചേർക്കും. ഇനി ഇതിനകത്തേക്ക് ഇടന്ന് ഇച്ചിരി നേരം ഒന്ന് എടുക്കും, ഒന്ന് ഫ്രൈ ആയി വരാനായിട്ട്. ബീഫിനകത്തോട്ട് ഞാൻ ഇച്ചിരി കറുവാപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഒന്ന് ഇട്ടതാട്ടോ. ഈ ഒരു ഇതാകുമ്പോഴേ ഞാൻ അതൊക്കെ ഇടത്തുള്ളൂ. എന്നിട്ട് അത് നേരെ ഇതിനകത്ത് കിടന്നങ്ങ് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണവും മോരുകറിക്കുള്ള കടുക് വറുക്കണേ. മോരുകറിക്കുള്ള കടുക് കൂടെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ബീഫ് ഒരു ഇച്ചിരിയും കൂടി ഉള്ളൂ ഒന്ന് ശരിയാകാനായിട്ട്. അതും കൂടി ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ കറികളെല്ലാം സെറ്റായി. ഞാൻ മോരുകറിക്ക് ഒരു ശകലം ഉലുവായിരുന്നു. ഉലുവ പൊടിയോ, ഞാനിപ്പോൾ ഉലുവ അങ്ങ് ചേർത്തു. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉള്ളി മുളകും കൂടെ അങ്ങ് ചേർത്തു. നല്ല ചൂടാണ് അടുക്കളയിൽ. ഈ സമയമൊക്കെ ആവുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് വെന്ത് പോകുന്നത് തോന്നുന്നു. വെന്ത് കടുക് വറുക്കുന്നതിനകത്തോട്ട് ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർക്കുക, ഒരു ഇച്ചിരി കളറ്. ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലൂടെ മുളക് പൊടി ചേർക്കത്തില്ല കേട്ടോ. ഇച്ചിരി മുളക് പൊടി ചേർക്കത്തുള്ളൂ. ഉണക്കമുളക് ചേർക്കും, പിന്നെ ഒരു ശകലം മുളക് പൊടി. അങ്ങനെ നമ്മുടെ മോരുകറി റെഡിയായി. എടുക്കുന്നതേ അന്നേരം എന്തെങ്കിലും തിരിച്ചങ്ങ് വെക്കാമെങ്കിൽ ഇവിടെ ഒതുങ്ങിയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ മുഴുവൻ അങ്ങ് നിരന്ന് കിടക്കും. കുരുമുളക് പൊടി അപ്പുറത്തുള്ളൂ. അത് 2 ഉണക്കമുളക് ഇടുവാണ്.
അപ്പുറത്തുനിന്ന് കുരുമുളക് പൊടിയുടെ ചോറ് കിടന്നാണ് എല്ലാം റെഡിയായി. കുരുമുളക് പൊടി കൂടെ ചേർത്താൽ മതി. ബീഫ് ഫ്രൈ ചെയ്യുന്നതിനൊക്കെ ഉണ്ടല്ലോ കുരുമുളക് പൊടിയാണ് എരിവായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ മുമ്പിൽ നിൽക്കേണ്ടത്, എന്നാലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. കാണിച്ചു തരാവേ, അവിടെ നിന്ന് കാണുമ്പോൾ ബീഫ് ഇരിക്കുന്ന അറിയത്തില്ലല്ലോ. കണ്ടോ, ഈ കളറായി. കുരുമുളക് പൊടി കൂടി ഇട്ടേച്ച് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാലേ ആ കുരുമുളക് ഇതിനകത്തിരുന്ന് മൂക്കണം. കൊള്ളാടി, ഉപ്പൊക്കെ ഉണ്ടോ? വേണമെങ്കിലേ പറയാവുള്ളൂ, ശകലം ചേർക്കാം. ഒരു പാത്രം എടുക്കാം, അല്ല അച്ഛനോട് ചോദിക്കും. ഉപ്പ് എന്നെ ഇച്ചിരി ചേർത്തിയാണ്. എനിക്ക് നല്ലപോലെ ഇളക്കിയിട്ട് കുരുമുളക് പൊടിയുടെ മണം അടിച്ചിട്ട് തുമ്മുന്ന. കാണിച്ച് ചോദിച്ച അച്ഛനോട്. ഉപ്പ് വീണമെന്ന് തോന്നല്ലേ ശകലവും കൂടെ. ഞാൻ ഇച്ചിരി ചേർക്കാം. ഫ്രൈ ആക്കി മോരുകറി ഉണ്ടല്ലോ, ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നേ, അതും കൂടെ ചേർത്തു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, മോരുകറി, ബീഫ് ഫ്രൈ, പിന്നെ നമ്മുടെ പടവലങ്ങാത്തോരൻ. ഇതൊക്കെയാണ് ഉച്ചക്കത്തെ കറിയൊക്കെ. ഇനി അച്ഛനൊക്കെ ചോറ് കൊടുത്ത് വിട്ടേച്ച് ഞങ്ങളും കഴിക്കട്ടെ. നീ പോകുന്നുണ്ടോ കേട്ടോ? ഫ്ലൈറ്റ് വരും മോന് പോകാനായിട്ട്. എങ്ങനെ പോകാൻ? അതെ, തൂക്കിയിടാ, പോകരുതേ. ഇതും കൂടെ അങ്ങോട്ട് കൊടുക്കാം. പോടാ. അവർ ചോറൊക്കെ കൊണ്ടുപോയി കൊടുത്തേച്ച് ഇനി വന്നിട്ട് എല്ലാവരും കഴിക്കുന്നൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി എല്ലാവർക്കും കഴിക്കാനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജോലി ഉച്ചയ്ക്കത്തെ കഴിഞ്ഞ് ഇനി വൈകുന്നേരമേ ഉള്ളൂ. ഭയങ്കര ചൂടാണ്. ഇനി അടുക്കളയിലോട്ട് ഇപ്പോഴെങ്കിലും കയറുന്നില്ല, ഭയങ്കര ചൂടാണ്. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.